ഉണ്ടായിരുന്നു. നിങ്ങൾ ആ കാണുന്ന തൂണ് കണ്ടോ? ആ തൂണാണ് അതിൻ്റെ ഹെറോദോസ് രാജാവിൻ്റെ. ഇവിടെ കുറച്ച് തൂണുകൾ ഉണ്ടായിരുന്നു, കുറേ തൂണുകൾ പോയായിരുന്നു. അതിൻ്റെ ഒരു ആദ്യത്തെ ഇത് സെൻട്രലത്തെ തൂണാണ് ഈ കാണുന്നത്. അതിൻ്റെ ഫ്രണ്ടിലോട്ട് മാറിയിട്ട് ഒരു തൂണുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക്. കണ്ടുണ്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം കാണാൻ സാധിക്കും. മൊത്തം ഇവിടെ 6 തൂണുകളോളം ഉണ്ടായിരുന്നു ഈ ഫ്രണ്ടിൽ തന്നെ. ഈ 6 തൂണുകൾ ഇങ്ങനെ ബാൽക്കണി ആയിരുന്നു. ഇതിൻ്റെ മുകളിലോട്ട് മാറിയിട്ട് ഒരു നിലയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ നിലയുടെ മണ്ടയിലോട്ട് ബാൽക്കണി ചെന്ന് നിൽക്കുന്നത് ആ എൻഡില്ല, അതിൻ്റെ എൻഡില്ല. അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് ആ എൻഡിലോട്ട് ചെന്ന് ഇങ്ങനെ പോലെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് കടലിൻ്റെ വ്യൂ കിട്ടും, ഇവിടെ ഈ മലകളുടെ എല്ലാം വ്യൂ കിട്ടുമായിരുന്നു. അങ്ങനെയാണ് ഹെറോദോസിൻ്റെ ആർക്കിടെക്ട് അദ്ദേഹം അങ്ങനെയാണ് പണിതത്. അതേപോലെ തന്നെ ഒരു ബാൽക്കണി ഈ കടലിൻ്റെ ഭാഗത്തോട്ടുണ്ടായിരുന്നു, ഒരു ബാൽക്കണി കടലിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഇദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാളായിരുന്നില്ല ഹെറോദോസ് രാജാവ്. ഇദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് ജെറുസലേം, നമ്മുടെ ചർച്ചില്ലേ, നമ്മളിനി അവിടോട്ടാണ് പോകുന്നത്. ആ ചർച്ചിൻ്റെ ഭാഗത്ത് ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു 5 കിലോമീറ്ററിനകത്ത് തന്നെ. അവിടെയായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കാണ് ഈ ജ്ഞാനികൾ വന്നിട്ട് ക്രിസ്തു എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചില്ലേ, അതിവിടെയല്ല. അതെവിടെയാണ് ചോദിച്ചത്? ജെറുസലേമിലെ കൊട്ടാരത്തിലായിരുന്നു. ഇദ്ദേഹം ആർഭാട ജീവിതത്തിനായിട്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരമാണ് ഇത്. ഇവിടെ അന്ന് ഈ വിജനമായ ഒരു സ്ഥലം തന്നെ. ഇവിടെ ആരെങ്കിലും മനുഷ്യവാസം ഉണ്ടോ എന്ന് നോക്കുന്നത് ഒന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൊടുക്രൂരരായ കുറ്റവാളികളെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു അദ്ദേഹം ജയിലിൽ അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ പല ആട്ടിടയന്മാരുടെ പല ഗുഹകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഇവിടുത്തെ ഗൈഡുകൾ നമ്മളോട് പറഞ്ഞു തരും, ഈ ഗുഹയ്ക്കകത്തായിരുന്നു സ്നാപയോഹന്നാനെ ഇട്ടെന്ന് പറഞ്ഞു തരും. ഇവിടുത്തെ ഗൈഡുകൾ അവരങ്ങനെ പറഞ്ഞു തരത്തുള്ളൂ. കാരണം അവരിങ്ങോട്ട് കയറി വരത്തുമില്ല. ഇവിടുത്തെ മുസ്ലിം ഗൈഡാണ്, അവരൊരിക്കലും ഇവിടെ കയറി വരത്തില്ല, അവർക്ക് ഇത് ഹറാമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ യഥാർത്ഥത്തിൽ സ്നാപയോഹന്നാനെ ഇട്ടതിൻ്റെ ദൈവശാസ്ത്ര തിയോളജി അനുസരിച്ച് അദ്ദേഹത്തെ ഇട്ട ഗുഹയാണ് ഈ ഗുഹയാണ് അദ്ദേഹത്തെ ഇട്ടത്. ഈ കാണുന്ന ഗുഹയാണ് ഇത്. ഇപ്പോൾ മണ്ണ് മൂടി കടന്നിരുന്നു. മണ്ണ് മൂടി കിടന്നിടത്ത് ഇതിൻ്റെ ആഴം കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരിത് തെളിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ ആഴം. ഇവിടെ നിന്നുകൊണ്ട് സ്നാപയോഹന്നാനെ നല്ലൊരു ആഴമുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 25 അടി ആഴം കാണുമായിരിക്കും, അല്ലേ? 25 അടി കാണത്തില്ലയോ? 25 അല്ല, അത് ഒരു 30 അടി ആഴം ഉണ്ടാവാൻ ഇവിടെ സാധ്യതയുണ്ട്. ഇതിലൂടെ അവരെ വന്നിട്ട് ഇറക്കിയിട്ട് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും സുരക്ഷിതമായിട്ട് കൊണ്ടിടത്തില്ല, തള്ളിയിടുകയാണ് സ്നാപയോഹന്നാനെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ തടി കൊണ്ട്, ഇതുപോലുള്ള തടികൾ കൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്തിട്ട് ഈ കൊട്ടാരം വരുന്നത് ഇതിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. ഇത് താഴത്തെ അണ്ടർഗ്രൗണ്ടാണ്. ഇതിൻ്റെ വരുന്നത് മുകളിലാണ് എന്തുകൊണ്ട് നമ്മുടെ ശലോമിയുടെ ഡാൻസ് ആടുന്ന ഡാൻസ് ഹാളൊക്കെ ഉണ്ടായിരുന്നത് മുകളിലാണ്. നമുക്കറിയാം മൈസൂർ കൊട്ടാരത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ, മൈസൂർ കൊട്ടാരത്തിൽ പോയി എത്ര പേരുണ്ടാവും? ചെന്ന് കഴിയുമ്പോൾ അവിടെ ഡാൻസ് ആടുന്ന ഒരു പ്ലേസ് അവർ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഒരു മിറ്റം ഉണ്ടായില്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ കൊട്ടാരത്തിലെല്ലാം അതുണ്ടായിരുന്നു. ഇത് മുകളിലാണ് ഈ ഡാൻസ് ആടുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. അതെല്ലാം ഭൂമി കുലുക്കത്തിലാണ് ഇതെല്ലാം ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായത്. ഭൂമി കുലുക്കത്തിൽ. കാരണം എപ്പോഴും നമ്മുടെ ബൈബിൾ പറയുന്നുണ്ട്, എൻ്റെ പ്രവാചകർ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി, അവരെ തൊട്ടാൽ എന്നെ തൊടുന്നതിന് തുല്യമാണ്. എത്ര സത്യമാണെന്ന്. പിന്നെ പണിയാനോ ഒന്നും സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇനി അതിനേക്കാളും ഇതിലെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ, സ്നാപയോഹന്നാൻ ഇവിടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കഴിയുമ്പോഴാണ് യേശു ക്രിസ്തു ജോർദാന്റെ മറുകരയിൽ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയത്. ബൈബിളിൽ പറയുന്നുണ്ട്, സ്നാപയോഹന്നാനെ അടയ്ക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിയെന്ന് ബൈബിളിൽ പറയുന്നു. വായിച്ചിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തു അവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സ്നാപയോഹന്നാൻ എവിടെ കിടക്കുന്നു? ഇവിടെ കിടക്കുന്നു. നിങ്ങൾ ഇത്രയും നാൾ ബൈബിളിൽ വായിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു. ആ പ്ലേസിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ആ പ്ലേസിലാണ് നിങ്ങൾ നോക്കി ഈ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഈ ആകാശത്തിന്റെ മുകളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്നാപയോഹന്നാന്റെ കരച്ചിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ദൈവം അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട ഒരു ദൈവം മുകളിലുണ്ടായിരുന്നു. ഈ സ്നാപയോഹന്നാൻ ആരായിരുന്നു? ഒരു കാലത്ത് ഈ ദേശത്തിലൂടെ യഹോവയ്ക്ക് വേണ്ടി പ്രസംഗിക്കുകയും
യഹോവയ്ക്ക് വേണ്ടി ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുതെന്ന് ശക്തിയോടെ പ്രസംഗിച്ച ഒരു ഏലിയ പ്രവാചകനായിരുന്നു ഈ സ്നാപയോൻ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അപ്പോൾ മുകളിൽ ആർഭാടമായ കൊട്ടാരത്തിന്റെ ബഹളങ്ങൾ നടക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പറയുന്നത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന്റെ എന്റർടൈൻമെന്റിനായിട്ട് നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് പിന്നെ ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന്റെ കനകക്കുന്ന് കൊട്ടാരം. ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാം. അവിടെ ആ കനകക്കുന്ന് കൊട്ടാരം അവരുടെ എന്റർടൈൻമെന്റിനായിട്ട് പണിതതാണ്. അയാൾ താമസിച്ചുകൊണ്ടിരുന്നത് വേറൊരിടത്താണ് കൊട്ടാരം. ഈ കനകക്കുന്ന് ഗസ്റ്റ് കൊട്ടാരമാണത്, ഗസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ വർഷത്തിൽ ഒരിക്കലോ ഇയാളുടെ ബർത്ത്ഡേ വരുമ്പോഴോ ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും വിവാഹ വാർഷികങ്ങൾ വരുമ്പോഴോ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങളോ വരുമ്പോഴത്തേക്ക് ഈ കംപ്ലീറ്റ് ദേശത്തുള്ള ഈ മൊബാബ് രാജ്യത്തുള്ളതും മറ്റ് രാജ്യത്തുള്ള രാജാക്കന്മാരെ കംപ്ലീറ്റ് വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യത്തിനാണ് ഈ കൊട്ടാരം ഇവിടെ പണിതത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ കൈ ചൂണ്ടുന്നതിൻ്റെ ഈ ഭാഗത്ത് ഇറാഖാണ്, ബാബിലോണാണ്, ആ ഭാഗം മൊബാബാണ്. ഞാൻ കാണിക്കുന്ന ഈ ഭാഗം സൗദി അറേബ്യയാണ്, ഈ ഭാഗത്തിൻ്റെ അങ്ങേയറ്റം ഈജിപ്റ്റാണ്, ഇത് പാലസ്തീനാണ്. ഇവിടുന്ന് നേരെ നോക്കിയാൽ വരുന്നത് ജെറുസലേമാണ്. മനസ്സിലാകുന്നുണ്ടോ? ജെറുസലേമാണ്, അങ്ങേ അറ്റത്ത് കാണുന്നത് ജെറുസലേമാണ്. ഇങ്ങനെയാണ് ഇവിടെ പോകുന്നത്. ഈ ഭാഗമാണ് നമ്മുടെ സിറിയ എന്ന് പറയുന്നത്, ഈ ഭാഗത്താണ്. ഇങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ ഈ കാര്യങ്ങൾ, ഇതിൻ്റെ ഇത് നടക്കുന്നത്, ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ എന്താ എന്നെ പറയുന്നത്, ഭൂമിശാസ്ത്രം ഡയറക്ഷൻ കിടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് രാജാക്കന്മാരെ എത്തിക്കാൻ ഏറ്റവും ബെസ്റ്റായ പ്ലേസ്, എല്ലാ സ്ഥലത്തിൻ്റെയും സെൻട്രലായി കിടക്കുന്ന സ്ഥലമാണ് ഇത്. അതുകൊണ്ടാണ് ഇവിടെ കൊട്ടാരം പണിയും. അദ്ദേഹത്തിൻ്റെ വ്യൂ എവിടെ നിൽക്കും? കൊട്ടാരത്തിൽ ഡാൻസ് ആടുമ്പോൾ വ്യൂ എന്തുണ്ട്? നമ്മുടെ ചാവുകടൽ വ്യൂ ഉണ്ട്. അപ്പോൾ സകല രാജാക്കന്മാരും